നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ച തിരൂർ സ്വദേശിയും നിരവധി കേസിലെ പ്രതിയുമായ സൈനുദ്ദീൻ അറസ്റ്റിലായി. അറസ്റ്റിലായ പ്രതിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിലും മറ്റ് സമീപ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി കേസുകളുണ്ട്. മുത്തൂർ ഹിൽസ് MLP സ്കൂളിൽ കൈക്കുമ്പിളിൽ ഒരു സ്നേഹത്തൈ പദ്ധതിക്കും ലെൻസ്ഫഡ് തിരൂരിന്റെ സഹകരണത്തോടെയുള്ള വൃക്ഷത്തൈ വിതരണത്തിനും തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ KK അബ്ദുസലാം മാസ്റ്റർ നിർവഹിച്ചു. സോപാനം കേപുരം 28ാം വാർഷികത്തിന്റെ ഭാഗമായി പെരുന്നാൾ ഫെസ്റ്റും ചാവക്കാട് റഹ്മാൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. സോപാനം പ്രസിഡന്റ് PS സഹദേവൻ അധ്യക്ഷനായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാംഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ VR വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ UDF ചെയർമാനുമായ CV വേലായുധനെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല CVയുടെ വീട്ടിലെത്തി സന്ദർശിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. തുപ്രങ്കോട് പെരുന്തല്ലൂർ കിളിയമ്പറമ്പിൽ അബ്ദുൾ ബഷീറിന്റെ മകൻ 13 വയസ്സുകാരനായ മുഹമ്മദ് ഷിഫിൻ സരീദാണ് മരണപ്പെട്ടത്. വെട്ടം കാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KC അബൂബക്കർ ഹാജി സ്മാരക ട്രസ്റ്റ് അംഗങ്ങൾ പെരുന്നാൾ ദിനത്തിൽ സ്നേഹ വീട്ടിലെ അന്തേവാസികൾക്ക് പുതപ്പും പെരുന്നാൾ ഭക്ഷണവും നൽകി സ്നേഹം പങ്കിട്ടു. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് കിടപ്പാടം നഷ്ടപ്പെട്ടവരും ജപ്തി ഭീഷണി നേരിടുന്നവരും തിരൂരിൽ സംഗമിച്ചു. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം ജില്ലാ സമിതിയാണ് ജപ്തി വിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര ഉദ്ഘാടനം ചെയ്തു. YMCAയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അനുകരണീയമാണെന്ന് YMCA സംസ്ഥാന ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് പറഞ്ഞു. തിരൂർ YMCA പ്രസിഡന്റ് ഡോക്ടർ ലിബി മനോജ് അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.